ചേട്ടാ ഒരു നാരങ്ങ വെള്ളം തരുമോ? ചേട്ടാ രാവിലെ ചായ കുടിച്ചായിരുന്നോ? ചായ കുടിച്ചോ? നാരങ്ങ വെള്ളം ഒന്നും വേണ്ട. അപ്പോൾ ഒരു നാരങ്ങ വെള്ളം, സോഡ ഇട്ട് നാരങ്ങ വെള്ളം അല്ലേ? എന്താ ചെയ്യുന്നത് ചേട്ടൻ? ഇവിടെ പെയിന്റിങ്. ഇപ്പം പോകാറുണ്ടോ? പെയിന്റിങ്ങിന് പോകാറുണ്ടോ? ഇപ്പോഴും പോകാറുണ്ട്. എത്ര വയസ്സായി? 68 വയസ്സായി അല്ലേ? പക്ഷെ നല്ല ചൂടല്ലേ ഇപ്പോൾ? രാവിലെ പുറത്തൊക്കെ നിന്ന് പെയിന്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ? ആണല്ലേ? ഇന്ന് പണിയില്ലേ? ഇല്ല. സാധാരണ ഒരു മാസം എത്ര, ഒരു 10-12 ദിവസം പണി കിട്ടും? കിട്ടും. പണിയുണ്ട് അല്ലേ? പണി കുറവല്ല. ടീമായിട്ടാണോ പോകുന്നത് അതോ? ടീമായിട്ടാണോ? എത്ര പേരുണ്ടാവും ടീമിൽ? 2, 4. അത്ര പേരുണ്ടോ? എന്റെ ചേട്ടൻ്റെ പേരെന്താ? അനു. അനു എന്നാണ്. അതൊരു നല്ല പേരല്ലേ? ഒരു അല്ലേ? ഒരു പക്ഷേ ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ്റെ പേര് ഒരു പ്രത്യേകതയില്ലേ? അപ്പോൾ ഇപ്പോൾ 68 വയസ്സായി. അപ്പോൾ ആ കാലഘട്ടത്തിൽ അനു എന്ന് പേരിടണമെങ്കിൽ അല്ലേ? അച്ഛനും ഒരു നാരങ്ങ കുടിക്കുന്നു. ചേട്ടാ ഒരു നാരങ്ങ കുടിച്ചാലോ? ഒരു സോഡ നാരങ്ങ, ഉപ്പിട്ട സോഡ നാരങ്ങ. ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഉപ്പിട്ട സോഡ അല്ലേ? ഉപ്പിട്ട സോഡ നാരങ്ങ. ആലപ്പുഴയിൽ വന്നാൽ ഒന്നുകിൽ ഓറഞ്ച് അല്ലെങ്കിൽ ഉപ്പിട്ട സോഡ നാരങ്ങ. അപ്പോൾ എങ്ങനെയുണ്ട് പൊതുവെ ജീവിതമൊക്കെ? കുഴപ്പമില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെങ്കിലും? ഒന്നും കാര്യമായിട്ടില്ല. പെൻഷൻ കിട്ടുന്നുണ്ടായിരുന്നോ? ഇപ്പം മുടങ്ങി. 7ാമത്തെ മാസം മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അതൊക്കെ ബാധിക്കുമോ? അതൊക്കെ ബാധിക്കും. വൈഫിന് പെൻഷൻ ഉണ്ടോ? വൈഫിന് പെൻഷൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ 2 പേർക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ ഒരു മാസം കുഴപ്പമില്ലാതെ നടന്നു പോയേനെ അല്ലേ? അപ്പോൾ 6 മാസം പെൻഷൻ ഇല്ലാതെ വന്നപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി അല്ലേ? ചേട്ടന് മാത്രം വരുമാനമേ ഉള്ളൂ വീട്ടിൽ? മോനുണ്ട്. അങ്ങനെ പെയിന്റിങ് തന്നെയാണോ പണി? 2 പേരും പെയിന്റിങ് ആണോ? ഹൗസ് ബോട്ടിലൊക്കെ പണിയാണ്. എവിടെ? ഹൗസ് ബോട്ടില്ലേ? ഹൗസ് ബോട്ട്. അപ്പോൾ ചേട്ടൻ പൊതുവേ ഈ വലിയ കമ്പനികളുടെ കൂടെയാണോ അതോ വീടുകളിലാണോ പെയിന്റ് ചെയ്യാൻ പോകുന്നത്? അല്ല, നമ്മുടെ സ്ഥിരം പാർട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തൊരു അവസ്ഥ നമ്മുടെ ഈ മണ്ഡലത്തിൽ? LDF ആണോ UDF ആണോ സാധ്യത കൂടുതൽ? KC വേണുഗോപാൽ? KC തന്നെ ആയിരിക്കും അല്ലേ? ആലപ്പുഴ KCക്ക് അപ്പുറം ഒരു പേരില്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണോ സാധ്യത? ആലപ്പുഴ KC വേണുഗോപാൽ 1 ലക്ഷം വോട്ടിന് ജയിക്കും. 1 ലക്ഷം വോട്ടിന് ജയിക്കും. ആണോ? അത്രയും സാധ്യതയുണ്ടോ? ആണോ? അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ ആലപ്പുഴയിൽ? അങ്ങനെ ഒരു സാധ്യത നേരത്തേക്ക് ഉണ്ടായിരുന്നു. ഇനി ഇത്തവണ നിൽക്കാൻ പാടില്ല. ഇത്തവണ നിൽക്കാൻ പാടില്ല. പൊട്ടും. എന്താ കാര്യം? 8 നില പൊട്ടും. ആരിഫായിട്ട് ജയിക്കത്തില്ല. കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ നേതാവാണ്. അത് അന്ന് ഇപ്പൊ ഇനി ജയിക്കത്തില്ല. അന്ന് ജയിച്ച സമയമുണ്ട്. KC ജയിച്ച ടൈം ഉണ്ട്. ഇവിടെ ഇനി ജയിക്കത്തില്ല. ആരിഫ് വന്നതിന് ശേഷം കളം മാറിയോ? കളം മാറി. എന്താ അവസ്ഥ ഇവിടെ നമ്മുടെ? ആരിഫ് തന്നെ ജയിക്കും. ആണോ? ആരിഫിന് സാധ്യതയുണ്ട്. അപ്പൊ 2 പേര് പറയുന്നു KC ജയിക്കുമെന്ന്, 2 പേര് പറയുന്നു ആരിഫ് ജയിക്കുമെന്ന്. ആണോ? അത് പഴയ ഒരു ഇത് വെച്ച് പറയുന്നത്, KCയുടെ പഴയ ഇത് വെച്ച് പറയുന്നത്. പക്ഷെ ഇപ്പൊ അത് മാറി. പക്ഷേ KC മണ്ഡലത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തു. എന്ത് ചെയ്തെന്ന് പറയുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. ചേട്ടൻ എന്താ പറഞ്ഞു? എന്ത് ചെയ്തു ഒന്ന് പറയാം. നമ്മളത് കണ്ടിട്ട് പോലും ഇല്ല. ആരിഫിനെ കണ്ടിട്ടേ ഇല്ല. എന്റെ അമ്മ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ കോൺഗ്രസ്സുകാരനാ. ഞാൻ കോൺഗ്രസ് വോട്ട് ചെയ്യത്തുള്ളൂ. എന്നിരുന്നാൽ തന്നെ ഈ വഴി കൂടെ പോലും ഇദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടില്ല. എന്റെ വീട്ടിൽ അത് വഴി കണ്ടിട്ടില്ല. ആരിഫ് അപ്പം മണ്ഡലത്തിൽ അത്ര സാന്നിധ്യം ആയിരുന്നില്ല എന്നാണ്. പുള്ളി പിന്നെ ആളും പക്കാ മനുഷ്യനാണ്. പക്ഷെ വേറെ കാര്യം, പുള്ളി പുള്ളി വ്യക്തിപരമായിട്ട് മോശക്കാരൊന്നും അല്ല. അല്ലാതെ കണ്ട് ഈ മണ്ഡലത്തിനൊക്കെ പുള്ളി ഒന്നും ചെയ്തതായിട്ട് എനിക്ക് അറിയത്തില്ല. അതിൽ ഭേദം KC എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം എന്ന് പറയാം, നമ്മുടെ കൂട്ടുകാരുടെ എന്ന് പറയാമായിരുന്നു. അങ്ങനെ നമ്മൾക്ക് അയാളുടെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം, ഒരു കൂട്ടുകാരനെ പോലെ എന്ന് പറയാമായിരുന്നു. ചേട്ടാ അപ്പൊ ഞങ്ങളെന്താ പോകട്ടെ? രാവിലെ പുകവലിച്ച് വീട്ടുകാരെ കാണുന്നുണ്ട് കേട്ടോ. വീട്ടുകാർ പറഞ്ഞിട്ടില്ലേ പുകവലിക്കരുതെന്ന്? ചേച്ചി പറയാറില്ലേ? ചെറിയ ശ്വാസം മുട്ടിന്റെ പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. പക്ഷെ എന്നാലും വലിക്കണ്ട കേട്ടോ. പുകവലി ആരോഗ്യത്തിന് അതെ. അപ്പോൾ നമ്മൾ പോകുന്നു. താങ്ക് യു ചേട്ടാ. പൈസ തന്നിട്ടുണ്ടോ അല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ആലപ്പുഴയിലെ മാതാ ബോട്ട് ജെട്ടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ മാതാ ബോട്ട് ജെട്ടിയിലേക്ക് പോവാണ്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് യാത്ര ചെയ്യാം. ഞങ്ങൾ ഒരുമിച്ച് യാത്രക്കാരാണ്. പ്രിയപ്പെട്ട സഹയാത്രികരെ സ്വാഗതം. നമസ്കാരം ചേച്ചി. എന്താ പേര് ചേച്ചിക്ക്? ആകതാളായി. എന്താ പേര്? ചേച്ചിയുടെ പേരെന്താ? ചേച്ചിയുടെ പേര്? എല്ലാവരും മോഡേൺ പേരുകളാണ് കേട്ടോ. അപ്പോൾ എവിടേക്ക് പോകണു? ഞങ്ങൾ ഇവിടെ വർക്കിന് വന്നതാ. ഇവിടെ വർക്കിന് വന്നതാ? എന്താ വർക്ക്? അഗ്രികൾച്ചർ, കൃഷിപ്പണിയാണ്. അഗ്രികൾച്ചർ ഓഫീസിൽ നിന്ന് വന്നാണോ? അല്ല, പ്രൈവറ്റ് ആയിട്ട്. എന്താ വർക്ക് ചെയ്യുന്നത് ഇവിടെ? ഞങ്ങൾ ഇവിടെ വീടുകളിൽ ഫീൽഡ് വർക്കാ. വീടുകളിൽ പോയിട്ട് വർക്ക് ചെയ്യും. അത് എന്ത് വർക്കാ ചെയ്യുക? അപ്പോൾ വീടുകളിൽ പോയിട്ട് നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട്. ഓർഡർ എടുത്തിട്ട് എന്ത് കൊണ്ടുപോയി ചെയ്യും? ഓർഡർ എടുത്തിട്ട് അത് രസകരമായ വർക്കാണല്ലോ. തെങ്ങും തേയില്ലേ? തെങ്ങും തേങ്ങ തെങ്ങും തൈ വിതരണം ചെയ്യുമോ? അപ്പോൾ നമ്മൾ ഓർഡർ എടുത്തിട്ട് വിതരണം ചെയ്യും അല്ലേ? അത് കൊള്ളാം, നല്ല പരിപാടിയാണ്. അപ്പം ആവശ്യമുള്ളവർക്ക് നിങ്ങളെ സമീപിച്ചാൽ മതി. നിങ്ങളുടെ ഏജൻസിയുടെ പേരെന്താ? ലിറ്റിൽ ഫ്ലവർ. എന്താണ്? ലിറ്റിൽ ഫ്ലവർ തെങ്ങ് വിതരണ അല്ല, അഗ്രികൾച്ചർ ഫാം. അവിടെ എല്ലാം ഉണ്ട്. തെങ്ങ് മാത്രമല്ല, എല്ലാം ചെയ്യും. നല്ല പാഷൻ ഫ്രൂട്ട് എല്ലാം ഉണ്ടാവും. എല്ലാ ഐറ്റവും അവിടെ ഉണ്ടാവും. ആണല്ലേ?
ഓക്കെ. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? പൊതുവെ നല്ല ബിസിനസ് ആണോ ഇത്? ആണ്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അല്ലേ? അത്യാവശ്യം. കുഴപ്പമില്ല. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ? എൻ്റെ വീട് കലൂര. കലൂർ. അപ്പം ബോട്ടിൽ കയറിയാണോ പോകുന്നത്? ഇപ്പൊ ഞങ്ങള് സോമൻ ചെട്ടി അങ്ങനെ അർജുനൻ ചെട്ടി. അർജുനൻ ചെട്ടി അങ്ങോട്ട് പോവാണ്. ഓക്കെ, ആണല്ലേ. അപ്പോൾ ഈ മണ്ഡലത്തിലാണോ വോട്ടൊക്കെ? അല്ല, എനിക്ക് കൊല്ലം. കൊല്ലത്താണോ? എൻ്റെ വീട് കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയാണ്. ചേച്ചിയുടെ വീടോ? ഇവിടെ ആലപ്പുഴ. ഇവിടെ ആലപ്പുഴ. ആലപ്പുഴയിൽ എങ്ങനെയാ സാധ്യത? KC വേണുഗോപാൽ, ആരിഫ്, വേണുഗോപാൽ സാറിന് സാധ്യതയുണ്ട്. എന്താ അവസ്ഥ ഇവിടെ? പറഞ്ഞോ. KC വേണുഗോപാലിന് സാധ്യതയുണ്ട് അല്ലേ? കോൺഗ്രസിന് സാധ്യതയുണ്ട്. ചേച്ചിയുടെ വീട് എവിടെയാ? ആറാട്ടുപുഴ തെക്കുന്നപ്പുഴ അല്ലേ? ആ ഭാഗമാണ്. അവിടെ കരിമണലിലേക്ക് ഒരു കേന്ദ്രമല്ലേ? കർത്തയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കരിമണൽ കർത്ത. ഞങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ പുള്ളിയുടെ പേരില്ല ബഹളം. കണ്ടിട്ടുണ്ടോ? ഇല്ല. ചേച്ചിക്ക് ഒരു ചിരി വന്നു. കരുനാഗപ്പള്ളിയാ, അവിടെ ഉണ്ട് കരിമണൽ കർത്ത അല്ലേ? അവിടെ കരിമണലിൽ പ്രശ്നമുള്ള സ്ഥലം. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? എന്ത് ചെയ്യുന്നു? ഫാർമസിസ്റ്റ് ആണ്. സ്വന്തമായിട്ട് മെഡിക്കൽ ഷോപ്പ് ഉണ്ടോ അതോ? അല്ല, ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി ആണോ? ആണോ, ഓ ശരി. എന്ത് ചെയ്യുന്നു? ആശാ വർക്കറാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ ആശാ വർക്കർമാരുടെ? ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ശമ്പളം കൂടിയിട്ടുണ്ട് അല്ലേ? പ്രതിഫലം കൂട്ടിയിട്ടില്ലേ? ശരി, കിട്ടി വന്നിട്ടില്ല. ആണോ? ഇപ്പൊ എത്ര? 10,000 രൂപ എത്ര ആക്കിയിട്ടുണ്ട്? 10 ആയിട്ടില്ല. ഇപ്പൊ എത്രയാ നിങ്ങൾക്കുള്ളത്? 9,000. 10 ആക്കി തരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? പക്ഷെ അതായിട്ടില്ല ഇല്ലേ? ഓക്കെ.